നിന്നിലലിയാൻ. രചന ശ്രീലക്ഷ്മി. ഒന്നുലഞ്ഞു പോയവളെ അവൻ പിടിച്ചതും അറിയാതവൻ്റെ മേലേക്ക് ചിലങ്ക ഛർദ്ദിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്തിരി വട്ടത്തിൽ വെള്ള ബെഡ്ഷീറ്റിൽ പടർന്ന ചുവപ്പ് രാശി. അവനവളെ നോക്കുമ്പോഴേക്കും ആ മിഴികൾ പതിയെ അടഞ്ഞു തൂങ്ങിയിരുന്നു. സഞ്ജയ് മെല്ലെ അവളെ ബെഡിലേക്ക് തന്നെ കിടത്തി. അവളുടെ വായുടെ അറ്റത്ത് പറ്റിയിരുന്ന ഛർദിൽ കയ്യിലിരുന്ന ഷീറ്റ് കൊണ്ട് തുടച്ചവൻ അതേസമയം തന്നെ അവളെ കൈകൊണ്ട് തട്ടി ഉണർത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലങ്ക, എടോ കണ്ണു തുറന്നേ. അവളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ടതും അവൻ വേഗം പ്രിയദർശിനിയുടെ റൂമിലേക്ക് ഓടി. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു പ്രിയയും സച്ചിയും. അവരുടെ റൂമിൻ്റെ ഡോറിൽ നോക്ക് ചെയ്ത് അക്ഷമയോടെ അവൻ പുറത്തു നിന്നു. ഡോർ തുറന്നു പുറത്തേക്ക് വന്ന പ്രിയയുടെ മുഖത്തും അവനെ കണ്ടത് ഒരു വെപ്രാളം. ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ ഒരു ഭാഗത്തു കൂടി ഒഴുകിയിറങ്ങിയ ഛർദിൽ കണ്ടിട്ടാണത്. ചിലങ്ക എവിടെ? അവരാദ്യം ചോദിച്ചത് അതാണ്. ഇവിടെ റൂമിലുണ്ട്, അവൾ ഛർദിച്ചു. ഐ തിങ്ക് ഷീസ് ഓൺ ഹർ പീരിയഡ്സ്. അമ്മയൊന്നു വന്ന് നോക്കുമോ? ധൃതിയിൽ റൂമിലേക്ക് നടക്കുന്ന പ്രിയയുടെ പിന്നാലെ വേഗത്തിൽ അവനും നടന്നു. മറുപടിയായി ഒന്നമർത്തി മൂളിക്കൊണ്ടവർ അവൻ്റെ റൂമിലേക്ക് കയറി. കട്ടിലിൽ ഛർദിച്ച് അവശയായി കിടക്കുന്നവളെ കാണുകെ അമ്മ മനം നൊന്തു. മോളെ ചിലങ്ക. അതിനു മറുപടി ഒരു മൂളൽ മാത്രമായിരുന്നു. ടേബിളിന് മുകളിലിരുന്ന വെള്ളം അല്പം എടുത്ത് അവർ അവളുടെ മുഖത്തേക്ക് തളിച്ചു. മോളെ കണ്ണു തുറന്നേ. രണ്ട് കൈകളും വയറിൽ അമർത്തി പിടിച്ചുകൊണ്ടവൾ മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. അവളുടെ വരവീണ നെറ്റിത്തടങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു അവൾ അനുഭവിക്കുന്ന വേദനയുടെ വ്യാപ്തി അതെത്രത്തോളം അസഹനീയമാണെന്ന്. പ്രിയ സഞ്ജുവിൻ്റെ ഫോൺ വാങ്ങി നോട്ട് പാഡിലേക്ക് ഏതോ ഒരു മരുന്നിൻ്റെ പേരെഴുതി കൊടുത്തു. നീ ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് വാ. നല്ല വേദനയും ഛർദിയുണ്ടെങ്കിൽ ഇതൊരെണ്ണം കഴിക്കട്ടെ, എന്നിട്ട് റെസ്റ്റ് എടുത്താൽ മതിയാകും. അവൻ അവളെയൊന്ന് നോക്കിയിട്ട് വേഗം പുറത്തേക്ക് പോയി. ആ സമയം കൊണ്ട് തന്നെ പ്രിയ കിച്ചണിലേക്ക് വിളിച്ചു പറഞ്ഞ് അവൾക്കായി ചൂടുള്ള ഉലുവവെള്ളവും ഹോട്ട് ബാഗും റൂമിലേക്ക് വരുത്തി. നല്ല ചൂടുള്ള ബാഗ് വയറിലേക്ക് അമർന്നപ്പോൾ തന്നെ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി സഞ്ജയ് അപ്പോഴേക്കും എത്തിയിരുന്നു. അവൻ വരുമ്പോഴേക്കും അവൾ വസ്ത്രം മാറി കുളിച്ചു. രക്തം പുരണ്ട ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയതൊന്ന് വിരിച്ചിരുന്നു. ഇതാ ചിലങ്ക, താനിത് കഴിക്ക്. സഞ്ജയ് ഗുളിക കൊണ്ടെടുത്ത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കഴിച്ചിട്ട് കിടന്നു, വേദന പോകും. അവൻ നൽകിയ ഗുളികയും കഴിച്ച് അവൾ വീണ്ടും കുറച്ച് സമയം കിടന്നു. ആ കിടപ്പ് അവളൊന്ന് മയങ്ങി. ഏകദേശം 8 മണിയോടടുപ്പിച്ചാണ് അവൾ പിന്നെ എഴുന്നേറ്റത്. ആഹാ, താൻ എണീറ്റോ? എങ്ങനെയുണ്ടിപ്പോൾ? വേദന കുറഞ്ഞോ? അവൾ അവനെ നോക്കി തലയൊന്ന് കുലുക്കി. താൻ ഏത് നാപ്കിനാണ് യൂസ് ചെയ്യുന്നേ? മെഡിക്കൽ സ്റ്റോറിൽ നിന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്. പിന്നെ അവിടെ കണ്ട 2-3 ബ്രാൻഡ് ഞാൻ വാങ്ങി. താൻ നോക്കിയിട്ട് പറയൂ. ഞാനതെല്ലാം തൻ്റെ കബോർഡിൽ വെച്ചിട്ടുണ്ട്. അവനെ തന്നെ നോക്കിയിരുന്നവളുടെ കണ്ണുകൾ നിമി നേരം കൊണ്ട് നിറഞ്ഞു വന്നു. എന്താടോ വയ്യേ? അവൻ വേഗം അവൾക്കടുത്തേക്കിരുന്നു. ഇരു കൈകളും കൊണ്ട് അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. കാരണമറിയാതെ അവനും വിഷമിച്ചു. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൻ്റെ അതിരങ്ങൾ അവളുടെ നെറ്റിയിൽ അമർന്നുപോയി. അവളുടെ കൈകൾ അവനെ ഇറുക്കി പുണർന്നു. അവൻ്റെ നെഞ്ചിലവൾ മുഖം പോഴ്ത്തിയിരുന്നു ഏറെ നേരം. എനിക്കെൻ്റെ അമ്മയെപ്പോലെ തോന്നുക. അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നവളെ കാണുകെ അവൻ അളവില്ലാത്തൊരു തരം വാത്സല്യം തോന്നിപ്പോയി. കൊച്ചു കുട്ടികളുടെ ചേഷ്ടകളാണ് അവൾക്ക്. ശരിക്കും ഒരു കുട്ടി തന്നെ അവൻ മനസ്സിലോർത്തു. ഫുഡ് കൊണ്ടുവരാൻ ഞാൻ കിച്ചണിലോട്ട് വിളിച്ചു പറയാം. അവൾക്ക് നല്ല ക്ഷീണവും വിശപ്പും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മറുത്തൊന്നും അവനോട് പറഞ്ഞതുമില്ല. റൂമിലെ ടേബിളിൽ അവൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവനെ അവൾ ഒന്നു നോക്കി. ചേട്ടൻ കഴിച്ചില്ലായിരുന്നോ? അത് കൊള്ളാം. താൻ ഇവിടെ വയ്യാതെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഭക്ഷണം ഇറങ്ങുക? ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ US അവനിക്ക് പീരീഡ്സ് ആകാറുണ്ട്. പക്ഷെ അവൾ ഭയങ്കര കൂളാണ്. ഇപ്പോഴല്ലേ
ഇതിൻ്റെ മറ്റൊരു വേർഷൻ കണ്ടത്. എനിവേ, താൻ ഓക്കെ അല്ലേ? ആണ്. ഇനി നാളെ തൊട്ട് ഐശ്വര്യമായിട്ട് കോളേജിൽ പോകാം. ഇന്ന് മുഴുവൻ റെസ്റ്റ് എടുക്ക്. അമ്മ രാവിലെ പോകാൻ ഇറങ്ങും മുമ്പ് വീണ്ടും വന്നിരുന്നു. താൻ നല്ല ഉറക്കമായിരുന്നു. ഗുളിക കഴിച്ചതിൻ്റെ മയക്കമാണെന്നാണ് അമ്മ പറഞ്ഞത്. അതാണ് ഞാൻ വിളിക്കാതിരുന്നത്. മരുന്ന് കഴിച്ച ശേഷം അല്പം ആശ്വാസമായത്, അവൾ സത്യസന്ധമായി പറഞ്ഞു. കുറേ നാളിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് പോകുന്നതല്ലേ. 1-2 അർജൻറ്റ് മീറ്റിംഗ്സ് ഉണ്ട് രാവിലെ. ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ ലീവ് എടുത്തേനെ. ഇത് അബ്രോഡിൽ നിന്നുള്ള ക്ലയൻസാണ്. സോ എനിക്ക് എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ലടോ. പക്ഷെ കുഴപ്പമില്ല, താൻ നന്നായി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക. ഞാൻ വൈകിട്ട് നേരത്തെ വരാം. അവളുടെ കവിളി തട്ടി അതും പറഞ്ഞ് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോകുന്നവൻ ഒട്ടൊരു അത്ഭുതത്തോടു കൂടിയാണ് ചിലങ്ക നോക്കിക്കണ്ടത്. ഇങ്ങനൊരാൾക്ക് ഒരു മനുഷ്യനെ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുമോ? ഓരോ കുഞ്ഞു കാര്യങ്ങളും ഓർത്തെടുക്കുന്നു. സഞ്ജയ് റെഡിയായി പോയിട്ടും അവൾ ചിന്തിച്ചത് അവനെക്കുറിച്ച് മാത്രമായിരുന്നു. അവൾക്ക് വയ്യാത്തതുകൊണ്ടും പിന്നെ സഞ്ജയ് പ്രത്യേകം പറഞ്ഞതുകൊണ്ടും അന്നേ ദിവസം അവർക്കുള്ള എല്ലാ ഫുഡും മുകളിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അവിടുത്തെ ജോലിക്കാർ. ഉച്ച സമയപ്പോൾ ഗായത്രി കയറി വന്നു. എങ്ങനെയുണ്ട് മോളെ, ഓക്കെ അല്ലേ? കുഴപ്പമില്ല അമ്മായി, നല്ല കുറവുണ്ടിപ്പോൾ. അവളെ കണ്ടിട്ട് ഗായത്രി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സോഫയിൽ സാവിത്രി സൗദാമിനിയും ഉണ്ടായിരുന്നു. ഗായത്രി അവരെ ശ്രദ്ധിക്കാത്തതുപോലെ കടന്നുപോയി. അല്ല ചേട്ടത്തി, ഈ കുടുംബത്തുള്ള പെണ്ണുങ്ങൾക്കാർക്കും ഇതുവരെ പുറത്തായിട്ടില്ലേ? ഇതിപ്പോൾ പുത്തനച്ച് വന്നപ്പോൾ ഓരോരോ പുതുമകൾ. സൗദാമിനി അല്പം ഉറക്കെ തന്നെ പറഞ്ഞു. ഗായത്രി കേൾക്കാനാണ് പറഞ്ഞെങ്കിലും അത് കേട്ടുവന്നത് സരസ്വതിയാണ്. എന്താ സൗദാമിനിയുടെ പ്രശ്നം? ആ കുട്ടിക്ക് വയ്യാണ്ടായതാ? അതല്ലമ്മേ, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ. പ്രിയ തന്നെ ചുരുങ്ങിയതൊരു 3-4 പ്രാവശ്യം വിളിച്ചു ആ കുട്ടിയുടെ വിവരം അറിയാൻ. സഞ്ജു ഇവിടെ ക്ലോക്കിൽ മണി 9 അടിച്ചാൽ പോകുന്നവൻ ഇന്നിവിടെ നേരവും കാലവും നോക്കാതെ ഇറങ്ങിപ്പോയി. പിന്നെ ഭക്ഷണം മുകളിൽ എത്തിക്കുന്നു, മണിക്കൂർ വെച്ച് ഇവിടുന്ന് ഓരോരുത്തർ പോയി നോക്കുന്നു. ഇതൊക്കെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടുത്തെ കുട്ടികൾക്കും ഉള്ളതല്ലേ ഇതൊക്കെ. ഈ കാര്യത്തിൽ എല്ലാ കുട്ടികളും ഒരുപോലെ, പലരും പലവിധമല്ലേ. സൗദാമിനിക്ക് അങ്ങനെ തോന്നിച്ചാ ഞാനിപ്പോൾ എന്താ പറയുക? ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. അതിനൊരു വയ്യായ്ക്ക് കാണുമ്പോൾ നമ്മളെങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചിരിക്കണത്? ഒരു മനുഷ്യക്കുട്ടിയല്ലേ. പോരാത്തതിന് എൻ്റെ സഞ്ജുവിൻ്റെ ഭാര്യയും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താച്ചാ, അവൻ്റെ ഭാര്യയ്ക്കൊരു വയ്യാഴിക വന്ന് അവൻ ഇത്തിരി താമസിച്ചിറങ്ങിയാലും അവൻ്റെ ജോലി അവൻ ഭംഗിയായി ചെയ്തോളും. അതിൽ സൗദാമിനിക്കൊരു ആവലാതി വേണ്ട. ആദ്യം താഴ്മയായി പറഞ്ഞെങ്കിലും അവസാനം എത്തിയപ്പോൾ അതൊരു ആജ്ഞയായി മാറി. സാവിത്രിയോടും കൂടിയാ. അതും പറഞ്ഞ ശേഷം അവർ അവരുടെ മുറിയിലേക്ക് നടന്നു. അന്നേ ദിവസം പറഞ്ഞ പോലെ പതിവിലെ നേരത്തെ സഞ്ജയ് എത്തി. കുറേ സമയം അവൻ അവൾക്കൊപ്പം ചിലവഴിച്ചു. അവളുടെ വയ്യായികയും പെട്ടെന്ന് തന്നെ മാറി. അവൾ പഴയതുപോലെയായി. പിറ്റേ ദിവസം അവൾ കോളേജിൽ പോയതും അഭിഷേകിനും ആദിത്യയ്ക്കും ഒപ്പമാണ്. പൗർണമി അവളെ കാത്ത് കോളേജിന് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അവളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് അവൾ ക്ലാസ്സിലേക്ക് കയറിയതും. അവളുടെ വിവാഹം കഴിഞ്ഞത് ക്ലാസ്സിൽ പൗർണയ്ക്ക് മാത്രമേ അറിയൂ. കാരണം ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമായി അത്ര കമ്പനിയിലല്ല ചിലങ്കയും പൗർണമിയും. പ്രധാന കാരണം പണം തന്നെയാണ്. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ നല്ല മാർക്കുള്ളതിനാൽ ചിലങ്കയ്ക്കും പൗർണമിക്കും അവിടെ അഡ്മിഷൻ കിട്ടിയത് തന്നെ. പൗർണമിയും ചിലങ്കയെപ്പോലെ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. കോളേജിലും നൃത്തവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവൾ മുൻപിലാണ്. കോളേജിലെ ചില പ്രത്യേക പരിപാടികളിൽ ഗസ്റ്റുകൾ വരുന്ന ദിവസങ്ങളിൽ അവളുടെ വക പരിപാടികൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊക്കെ വലിയ കാര്യമായിരുന്നു അവളെ. ചിലങ്കയുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 6 മാസത്തോളം കഴിഞ്ഞിരുന്നപ്പോൾ പിറ്റേ ദിവസം ഒരു അസൈൻമെൻറ്റ് വെക്കേണ്ടതുകൊണ്ട് അന്നേ ദിവസം രാവിലെ പതിവിലും നേരത്തെ പോയിരുന്നു ചിലങ്ക. കോളേജിലേക്ക് വൈകിട്ട് വരാനും അല്പം താമസിക്കുന്നതിനാൽ അവൾ വീട്ടിൽ വെച്ച് തന്നെ സഞ്ജയുടെ കാര്യം പറഞ്ഞു. കൂടാതെ അഭിഷേകിനോടും പറഞ്ഞിരുന്നു അവൾ ബസ്സിൽ വന്നോളാന്ന്. പക്ഷേ സഞ്ജയ് കാർ അയച്ചിരുന്നു അവളെ കൂട്ടാൻ. അവളത് അറിഞ്ഞിരുന്നില്ല. താമസിച്ചിറങ്ങിയതിനാൽ പൗർണമിയെ കൂട്ടാൻ അവളുടെ അച്ഛൻ സ്കൂട്ടിയിൽ വന്നു. പൗർണമി ആ സമയം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു
കാതടുപ്പിക്കും പോലെ ഒരു ശബ്ദം കേട്ടത്. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി. കൂടി നിന്ന ആളുകളെ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ചയിൽ ചിലങ്ക തകർന്നു പോയി. നടു റോഡിൽ രക്തം വാർന്നു കിടക്കുകയാണ് പൗർണമിയുടെ അച്ഛൻ. വണ്ടി വളച്ചെടുക്കുന്ന വഴിക്ക് എതിരെ വന്ന് ജീപ്പ് ഇടിക്കുമായിരുന്നു. കൂടി നിന്നവരാരോ വേറെ ആരോടോ പറയുന്നത് അവൾ കേട്ടു. അച്ഛൻ്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് ഉച്ചത്തിൽ നിലവിളിക്കുന്നു പൗർണമി. കൂടി നിന്നവരെല്ലാം താങ്ങിയെടുത്ത് അവളുടെ അച്ഛനെ കാറിലേക്ക് കയറ്റിയിരുന്നു. ആ നിമിഷം മറുത്തൊന്നും ചിന്തിക്കാതെ ചിലങ്കയും ആ കാറിൽ കയറി. സിറ്റിയിലെ അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പൗർണമിയുടെ അമ്മയും ചേട്ടനും വന്നു. അപ്പോഴേക്കും ബില്ലുമായി ഒരു നേഴ്സ് വന്നു. ബില്ല് വാങ്ങി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു തുക. അവരുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലാതിരുന്നതിനാൽ ആ സമയത്താണ് പൗർണമി ബാഗിൽ ഫോൺ അന്വേഷിച്ചത്. കോളേജിൽ ഫോൺ നിരോധിച്ചതിനാൽ അവൾ കോളേജിലെത്തിയ ശേഷം ഫോൺ ബാഗിലുണ്ടോയെന്ന് നോക്കിയതേയില്ല. അവൾക്ക് കണ്ണു നിറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ അവസ്ഥ. രാവിലെ ഫോൺ ചാർജ് ചെയ്യാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയ നിമിഷമോർത്ത് ചിലങ്കയും സ്വയം ശപിച്ചു. ഒപ്പം സഞ്ജയുടെ നമ്പർ കാണാതെ അവൾക്കറിയില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന പൗർണമിയുടെ ചേട്ടൻ്റെ കയ്യിലേക്ക് കഴുത്തിൽ കിടന്ന നേർത്ത ഗോൾഡ് ചെയിനും കയ്യിൽ അവശേഷിച്ചിരുന്ന ഒരു വളയും ഊരി നൽകി. എൻ്റെ കൈ പൈസയായിട്ടൊന്നുമില്ല, തൽക്കാലം ഇത് കൊണ്ടുപോയി വിറ്റു. പണയം വെച്ചാൽ പൈസ കുറവേ കിട്ടൂ. വാങ്ങാൻ കൂട്ടാക്കാതെ നിന്നവൻ്റെ കയ്യിലേക്ക് നിർബന്ധിച്ചത് ഏൽപ്പിക്കുമ്പോൾ അവൾ മറുത്തൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അവനത് വീണ്ടും തിരിച്ചേൽപ്പിച്ചതോടെ അവൾ നിസ്സഹായയായി. അവർ പൈസയ്ക്ക് വേണ്ടി പലരെയും വിളിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളും അവരെപ്പോലെ സാധാരണക്കാരാണ്. ആരുടെ കയ്യിലും അത്രയും പണം കൊടുക്കാനില്ല. ചിലങ്ക മറ്റൊന്നും ചിന്തിക്കാതെ ആ സ്വർണവും വാങ്ങി പുറത്തേക്ക് നടന്നു. ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്വർണ്ണക്കടി ഉണ്ടായിരുന്നു. രക്തം പുരണ്ട യൂണിഫോം ഇട്ടുവന്ന ആ ചെറിയ പെൺകുട്ടിയെ കടക്കാരനൊന്ന് സൂക്ഷിച്ചു നോക്കി. ചേട്ടാ, കുറച്ച് അത്യാവശ്യമാണ്. ഈ സ്വർണങ്ങളൊന്നും വിൽക്കാനാ. പൈസ പെട്ടെന്ന് തരുമോ? ചെറിയ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് അയാൾ ആ സ്വർണം വാങ്ങി. കൊച്ചി, ഇതിന് തൂക്കം കുറവാ. 50,000 മാക്സിമം തരാൻ പറ്റും. അയ്യോ, അങ്ങനെ പറയല്ലേ. കുറച്ച് എന്തെങ്കിലും കൂടി കൂട്ടിത്തരുമോ? എനിക്കിത്രേ പറ്റുള്ളൂ. അതിനുള്ള മുതലേ ഉള്ളൂ. അവൾ വേഗം അടുത്ത് കണ്ട കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് കാലിൽ അവശേഷിച്ച പാദസരം കൂടി ഊരിയെടുത്തു. അവൾക്ക് ആ സമയം ചന്ദ്രനെ ഓർമ്മ വന്നു. കല്യാണത്തോടടുപ്പിച്ചാണ് അവൾക്ക് സ്വർണ്ണപാദസരം വാങ്ങിയത്. അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു സ്വർണ്ണപാസരം ഇടുന്നത്. ചന്ദ്രനാണ് കല്യാണത്തലേന്ന് അവൾക്കത് ഇട്ടുകൊടുത്തത്. അന്നതിടുമ്പോൾ ചന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന വിഷമം അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണീരിലുണ്ടായിരുന്നു. ഇന്ന് ദൂരിയപ്പോൾ ആ നിമിഷം ഓർത്തതും അവളുടെ കണ്ണും നിറഞ്ഞു. കൺകോണിലെ കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് അവൾ കടക്കാരിൽ നിന്ന് പൈസയുമായി വേഗം ആശുപത്രിയിലേക്ക് ചെന്നു. അമ്മയുടെ മടിയിൽ തലവെച്ച് പൗർണമി കിടക്കുകയാണ്. അവളുടെ ചേട്ടൻ ഇപ്പോഴും ആരൊക്കെയോ വിളിച്ചുകൊണ്ടിരുന്നു. അവൾ ആ പൈസ അടങ്ങിയ കെട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് കൊണ്ടുപോയി ബില്ലടയ്ക്കാൻ, എങ്കിലേ അവർ ബാക്കി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. ചികിത്സ വൈകുന്തോറും അങ്ങളുടെ ജീവനും ദോഷമാണ്. കണ്ണ് നിറച്ചുകൊണ്ടവൻ അവൾക്ക് നേരെ കൈകൂപ്പി. ആ കയ്യിലവൾ ചേർത്ത് പിടിച്ചു. സമയം അപ്പോഴേക്കും 6 അടുത്തിരുന്നു. അപ്പോഴാണ് അവൾക്ക് വീട്ടിലെ കാര്യോർമ്മ വന്നത്. നാളെ വരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നു പറഞ്ഞുകൊണ്ടവൾ ആശുപത്രിക്ക് പുറത്തേക്ക് ഇറങ്ങി. അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അതേസമയം മനക്കിൽ 5:45 കഴിഞ്ഞപ്പോഴേ സഞ്ജയ് എത്തിയിരുന്നു. ചിലങ്ക വരാൻ താമസിക്കുമെന്ന് നേരത്തെ പറഞ്ഞതിനാൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ സമയം 6 അടുത്തതും അവന് ടെൻഷനായി. അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്തതും ഫോൺ ടേബിളിൻ്റെ മുകളിലിരുന്ന് റിങ് ചെയ്തു. നിരാശയോടെ അവൻ നെറ്റിച്ചൊറിഞ്ഞു. അവൻ വേഗം ചന്ദ്രനെ വിളിച്ചു. ചിലങ്ക ക്ലാസ് കഴിഞ്ഞ് അവിടെ കയറിയോന്നറിയാൻ. അവൾ അവിടെയും ചെന്നില്ലെന്നറിഞ്ഞതും അവന് പരിഭ്രാന്തി തോന്നി. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോന്നൊക്കെ അവന് തോന്നിപ്പോയി. അവൾ വന്നില്ലെന്നറിഞ്ഞ് ആ വീട്ടിലെ ഓരോരുത്തരുമായി ഹാളിലേക്ക് വന്ന് കാര്യം തിരക്കി. ഒടുക്കം സഞ്ജയ് അഭിഷേകം ചേർന്ന് അവളുടെ കോളേജിൽ പോയി. ഇരുട്ട് മൂടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ മാത്രമാണ് അവന് കാണാൻ കഴിഞ്ഞത്. സഞ്ജയ്ക്ക് സങ്കടവും ദേഷ്യവും കൂടി കൊഴിഞ്ഞൊരു ഭാവം. തിരികെ വീണ്ടും തറവാട്ടിലെത്തിയിട്ടും ചിലങ്ക മാത്രം വന്നില്ല. അവസാന നിമിഷം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാം എന്ന തീരുമാനത്തിലേക്ക് അവൻ എത്തിച്ചേർന്നു.
അതിനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിന്നത്. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. രക്തം പുരണ്ട വസ്ത്രവുമായി ഓട്ടോയിൽ നിന്നിറങ്ങി ചിലങ്കയെ അവൻ വിശ്വാസം വരാതെ നോക്കി. ഓടി അവൻ അവൾക്കടുത്തെത്തി. എന്താ പറ്റിയത്? അവളെ ആകെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവൻ ആവലാതിയോടെ ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ലേട്ടാ. ചിലങ്ക നടന്ന കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു. അപ്പോഴാണ് അവനും അത് കേട്ടുനിന്ന വീട്ടുകാർക്കും സമാധാനമായത്. ആ കുട്ടി വന്നല്ലേ ഉള്ളൂ, പോയി കുളിച്ച് വസ്ത്രം മാറി ആഹാരം കഴിക്കട്ടെ. ഇനിയും ചോദ്യങ്ങളുമായി നിൽക്കുന്ന എല്ലാവരോടുമായി മുത്തശ്ശി പറഞ്ഞു. സ്വർണം ഊരിക്കൊടുത്ത കാര്യം മാത്രം അവൾ അവനോട് പറഞ്ഞില്ല. താഴെ എല്ലാവരും ഉള്ളതിനാൽ അവരൊക്കെ എങ്ങനെ അക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. റൂമിലെത്തി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാൽക്കണിയിൽ അവനുണ്ടായിരുന്നു. ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട്. അവൾ സഞ്ജയുടെ അടുത്ത് ചെന്നു. അവൾക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നിയതും അത്ര അത്യാവശ്യമില്ലാത്ത കോളായതിനാൽ അവനത് കട്ട് ചെയ്തു. സ്വർണം ഊരി നൽകിയ കാര്യമില്ല അവൾ ആ സമയം അവനോട് പറഞ്ഞു. അവൻ വഴക്കു പറയുമെന്നാണ് അവളുടെ മനസ്സിൽ. പക്ഷെ അവൻ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവൻ അവളെ ഓർത്ത് അഭിമാനം തോന്നി ആ നിമിഷം. അച്ഛന് വയ്യാത്തതിനാൽ പൗർണമി കുറച്ചുനാൾ അവധിയായിരുന്നു. ഏകദേശം 1 മാസത്തിന് ശേഷം പൗർണമി കോളേജിൽ വന്നപ്പോൾ ചിലങ്ക ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഒരു പക്ഷേ നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ രക്ഷപ്പെടില്ലായിരുന്നു. നിന്നോടും സഞ്ജുവേട്ടനോടും എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. കാര്യം മനസ്സിലാകാതെ ചിലങ്ക അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. നിന്റെ അച്ഛൻ രക്ഷപ്പെടാൻ ഞാൻ എങ്ങനെ കാരണക്കാരിയായി? നീ എന്തായി പറയുന്നേ? അപ്പം നീ പറഞ്ഞിട്ടില്ലേ സഞ്ജുവേട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നത്? അച്ഛനെ ആ ആശുപത്രിയിൽ നിന്ന് മനക്കിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ അച്ഛന് വയ്യാതായ കാര്യം മാത്രമേ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ ചേട്ടൻ ആശുപത്രി വന്ന് അച്ഛനെ മനക്കിലേക്ക് മാറ്റി. ചികിത്സ മുഴുവൻ ഫ്രീ ആയിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് മറ്റേ ഹോസ്പിറ്റലിൽ ചിലവായ തുകയും തിരികെ തന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയെല്ലാം മനസ്സിലാക്കി അദ്ദേഹം ചേട്ടന് നിങ്ങളുടെ കമ്പനി ജോലി കൊടുത്തു. അത് പറയുമ്പോൾ പൗർണമിയുടെ മിഴികൾ നിറഞ്ഞു. അവൾക്കൊപ്പം ചിലങ്കയും അറിയാതെ കരഞ്ഞുപോയി. അന്നേ ദിവസം വൈകിട്ട് വീട്ടിലെത്തിയെങ്കിലും അവൾ അതിനെപ്പറ്റി ഒന്നും തന്നെ സഞ്ജുവിനോട് ചോദിച്ചില്ല. കാരണം ഇതിനോടകം അവൾക്ക് മനസ്സിലായിരുന്നു സഞ്ജുവിന് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റാരും അറിയാൻ താല്പര്യമില്ലെന്ന്. പക്ഷെ അവനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. അതുകൊണ്ടാണല്ലോ അവൻ പിറ്റേ ദിവസം തന്നെ അവളുടെ ഒഴിഞ്ഞ കഴുത്തും കാലും ശ്രദ്ധിച്ചതും അവൾക്കായി പുതിയ ആഭരണങ്ങൾ വാങ്ങി നൽകിയതും. ദിവസങ്ങളെല്ലാം വലിയ പ്രത്യേകതയില്ലാതെ കടന്നുപോയി. അന്ന് ചിലങ്കയുടെ കോളേജിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്കിൻ്റെ ഇനാഗുറേഷനായിരുന്നു. പക്ഷെ ഗസ്റ്റ് ആരെന്ന് മാത്രം മാനേജ്മെൻറ്റ് വെളിപ്പെടുത്തിയില്ല. ചിലങ്കയുടെ നൃത്തം ഉണ്ടായിരുന്നു ഇനാഗുറേഷൻ കഴിഞ്ഞ്. അതിനുവേണ്ടിയുള്ള പ്രാക്ടീസിലാണ് അവൾ. കഴിഞ്ഞ ഒരാഴ്ചയായി അവൾ അതിൻ്റെ തിരക്കിലുമാണ്. ആയതിനാൽ അവൾ നേരത്തെ പോവുകയും താമസിച്ചു വരികയും ചെയ്തു. പ്രോഗ്രാമിൻ്റെ ദിവസം അവൾ നേരത്തെ പോയി. ഡ്രൈവറാണ് അവളെ കോളേജിലാക്കിയത്. അവൾ വേഷമെല്ലാം മാറി ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഗ്രീൻ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് പൗർണമി ഓടി അങ്ങോട്ട് വന്നത്. അവൾ എന്തോ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ഗ്രീൻ റൂമിൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചർ അവളോട് ഓഡിറ്റോറിയത്തിൽ പോയി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ് ചിലങ്ക വേദിയിലേക്ക് ചെല്ലുന്നത്. അവിടെ സഞ്ജുവിനെ കണ്ടതും അവളുടെ മുഖം ചൊളിഞ്ഞു. അവൻ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കും പോലെ അവൾ കണ്ണ് ചുരുക്കി നോക്കി. ആദ്യം അവനടുത്തേക്ക് പോകണമെന്ന് തോന്നി. എങ്കിലും മറ്റെന്തോ ചിന്തയിൽ അവൾ അത് വേണ്ടെന്ന് വെച്ചു. അവൻ്റെ മുൻപിൽ അത്രയും അടുത്ത് ആദ്യമായി നൃത്തം ചെയ്യുന്നതിൻ്റെ വെപ്രാളം അതവൾക്ക് ആവോളം ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞവൻ പോകാനിറങ്ങി. സെൽഫി എടുക്കാനും മറ്റുമായി ഒരുപാട് കുട്ടികൾ അവന് ചുറ്റും ചേർന്നു. യങ് ചാമിങ് ബിസിനസ്മാനെ കണ്ടാൽ കുട്ടികൾ വെറുതെ വിടുവോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. തിരക്കിനിടയിലൂടെ ചിലങ്ക അവനെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ തള്ളിച്ചയിൽ അവൾക്ക് അവനെ കാണാൻ പറ്റുന്നതേയില്ലായിരുന്നു. അവനും നൃത്തത്തിന് ശേഷം അവളെ കണ്ടതേയില്ല. അവസാനം അവൻ കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിച്ചെന്നു. കോളേജ് സെക്യൂരിറ്റി കരുതിയത് അവൾ അവനൊപ്പം ഫോട്ടോസ് എടുക്കാൻ പോവാണെന്നാണ്. അതുകൊണ്ട് അവളെ അവനടുത്തേക്ക് പോകാതിരിക്കാൻ തടഞ്ഞു വെച്ചു. കാറിലിരുന്നപ്പോഴാണ് അവനത് കണ്ടത്. അവൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഏയ്, ലീവ് ഹെർ. അവൻ്റെ ശബ്ദത്തോടെ മുഴങ്ങിയതും
അവളും അവിടെ നിന്ന് കുട്ടികളും അധ്യാപകരും എല്ലാവരും ഒരുപോലെ അവനെ നോക്കി. ചിലങ്കയുടെ മുഖം ദയനീയമായി. അവൾക്ക് പരിഭവമായിരുന്നു അവൻ അവളോട് കോളേജിൽ വരുന്ന കാര്യം പറയാത്തത്. ചിലങ്ക, കം ഹിയർ. അവൻ്റെ ശബ്ദം ഞൊടിയിടയിൽ എല്ലാ കണ്ണുകളും ചിലങ്കയിലേക്കെത്തി. പെട്ടെന്ന് പ്രിൻസിപ്പൾ ഓടി വന്നു. ചിലങ്കയൊന്ന് നോക്കി പേടിപ്പിക്കാനും അയാൾ മറന്നില്ല. സോറി സാർ, റിയലി സോറി, അയാൾ സഞ്ജയോട് പറഞ്ഞു. അപ്പോഴേക്കും ചിലങ്കയും നടന്ന് അവനടുത്തെത്തി. സോറി ഫോർ വാട്ട്? അത് പിന്നെ അയാൾ നിന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ സഞ്ജയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ അവൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ലെന്ന്. അവൾ കണ്ണുകൊണ്ട് ഒന്നും പറയേണ്ടെന്ന് അവനോട് ആംഗ്യം കാണിച്ചു. പക്ഷേ അവൻ്റെ കണ്ണിലെ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭാവം അതവളെ കൂടുതൽ സംഘർഷത്തിലാക്കി. മിസ്റ്റർ പ്രിൻസിപ്പൽ, ഡോ യു നോ വൈ കോസ് ഷീ? സർ, അത് ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. ചിലപ്പോൾ സെൽഫി എടുക്കാനോ മറ്റോ വന്നതായിരിക്കും. റിയലി സോറി. പ്രിൻസിപ്പൽ പിന്നെയും സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചിലങ്കയുടെ ആ പ്രവൃത്തി കാരണം അവന് ദേഷ്യം വന്നോന്ന് തോന്നലാണ് അയാൾക്ക്. ഓക്കെ, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് താങ്കൾക്കറിയോ? നിങ്ങൾ റിലേറ്റീവ്സ് ആണോ സർ? അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. അതിനു മുകളിലൊരു ബന്ധമുണ്ട്. ഷീ ഈസ് മൈ വൈഫ്, എൻ്റെ ഭാര്യ. പറയുന്നതോടൊപ്പം പ്രിൻസിപ്പലിൻ്റെ അരികിൽ നിന്ന് ചിലങ്കയെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചവൻ തുടരും. അടുത്ത പാട്ടിൽ തീരൂട്ടോ. നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലിയ സന്തോഷം. കമൻറ്റും ലൈക്കും തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.